സംസ്ഥാനത്ത് കോഴിവില കുതിച്ചുയരുകയാണ്. 3 ആഴ്ച കൊണ്ട് 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ഉയർന്നത്. ബ്രോയിലർ കോഴിയുടെ ഇറച്ചിക്ക് കിലോയ്ക്ക് 188 രൂപയായി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 80 മുതൽ 120 രൂപ വരെയായിരുന്നു വില. ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും എല്ലാം ഈ വില വർധനവ് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ കോഴിയുടെ ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കുടുംബശ്രീ മണക്കാട്ടൊരു ഇതുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഓരോ ദിവസവും 4 രൂപ 5 രൂപ വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഫിഷിന് ഭയങ്കര റേറ്റാണ്. കോഴിമുട്ട 8 രൂപ 9 രൂപയായി. ചിക്കൻ ഇങ്ങനെ അടിക്കടി കൂടി. അതുകൊണ്ട് ഈ വൈകിട്ട് കിച്ചണിലുള്ള ഈ ഡിഷ് മാക്സിമം വെട്ടിക്കുറച്ച് ചെയ്യാനും പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം 150 ഒരു 130 കൂടുതൽ താന്നിട്ടേ ഇല്ല ചിക്കൻ. എപ്പോഴും 135, 150, 180, 190 വരെ. അതെ. ഈ മാസം നമുക്ക് റംസാനോ ക്രിസ്മസൊക്കെ ഉണ്ട്. അതിനൊരു റീസൺ പറയാം. ഇപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയം ആൾക്കാരിത് മാക്സിമം എന്താ പറയുക, ഇത് നമ്മുടെ വരവ് ചെലവ് അനുസരിച്ച് ചിലവാക്കുന്ന ഒരു സമയമാണ്. പക്ഷേ കുറയുന്നേ ഇല്ല. ഇത് ആരോട് ചോദിച്ചിട്ട് ആർക്കും ഇതിനൊരു ഉത്തരവില്ല എന്നുള്ളതാണ്. ആർക്കും അറിയില്ല ഇതെന്താ സംഭവിക്കുന്നത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ ഈ പറഞ്ഞതുപോലെ മുട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല കോഴിയുടെ കാര്യത്തിലും ഇതാണ് അവസ്ഥ അല്ലേ? ഒരു ഞായറാഴ്ചയായാൽ ഒരു ചിക്കൻ കറിയോ ചിക്കൻ പൊരിച്ചതോ ഒന്നും ഇല്ലാതെ മലയാളിക്കൊരു ഭക്ഷണം എന്ന് പറയുന്നത് അത്രയങ്ങ് ശരിയാവില്ല. അത് ഒരു ശീലമാണ്. ഒരുപാട് പേരുടെ ജീവിതം അങ്ങനെയാണ്. പക്ഷെ ഇതിപ്പോ എന്ത് ചെയ്യും? ചിക്കൻ വാങ്ങാൻ പോയാൽ പൊള്ളുന്ന വിലയാണ്. വാങ്ങാതെ തിരിച്ചു പോരുന്നവരുണ്ടായിരിക്കാം അല്ലേ? റോഷ്നി, ഞായറാഴ്ച എന്നല്ല, ഇപ്പോൾ ഈ ട്രോളിംഗ് ആരംഭിച്ചപ്പോൾ 2 മാസം ആകാറായി വരികയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ മലയാളികൾ മിക്ക ദിവസങ്ങളിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചിക്കൻ എടുക്കുന്നവർ സാധാരണക്കാരടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വ്യാപാരികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് 1-1.5 കിലോ ഇറച്ചിക്കപ്പുറം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരു കോഴിക്ക് തന്നെ ഇപ്പോൾ 2-2.5 കിലോ തൂക്കമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാമക്കലിൽ നിന്നാണ് ഏറ്റവും അധികം കോഴികൾ കേരളത്തിൽ എത്തുന്നത്. പക്ഷേ ഉൽപ്പാദനം വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഈ വ്യാപാരികൾ പറയുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ തന്നെയും അതിനനുസരിച്ച് കോഴിയുടെ ഇറച്ചി വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി. ഇപ്പോൾ ഈ ചെറുകിട വ്യാപാരികൾ പോലും തിരുവനന്തപുരത്തൊക്കെ ഒരു 100 കോഴി ആവശ്യപ്പെട്ടാൽ 80 കോഴികൾ മാത്രമാണ് നിലവിൽ പ്രതിദിനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ഈ മീനിന്റെ വില അതിഭീകരമായി കുതിച്ചുയർന്ന് നിൽക്കുകയാണ്. എന്തായാലും ഈ മാസം കൂടി ട്രോളിംഗ് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഇറച്ചി വില അതിഭീകരമായി കുതിച്ചുയർന്ന ഒരു ഘട്ടം. നിലവിൽ 3 ആഴ്ചകൾക്ക് മുമ്പ് ഈ ഇറച്ചിയുടെ വില 80 രൂപ മുതൽ 120 രൂപ വരെയായിരുന്നു. അതിപ്പോൾ 50-100 രൂപ വരെ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഏകദേശം 188 രൂപയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ വില. അതിനിപ്പോൾ 200 രൂപ വരെ കടക്കുമെന്നുള്ളതാണ് നിലവിൽ റെക്കോർഡിടും എന്നുള്ളതാണ് നിലവിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ പ്രതിവർഷം ഏറ്റവും അധികം വില കുറഞ്ഞിരിക്കുന്ന ഒരു മാസങ്ങളെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസം എപ്പോഴും ഇറച്ചിയുടെ വില ഒരു 130 രൂപയാണ് മാക്സിമം പോകുക. അവിടെയാണ് ഇത്രയും വില കുതിച്ചുയർന്നിരിക്കുന്നത്. ഇതിന് പ്രധാനമായി കാരണങ്ങളായി 2 കാരണങ്ങൾ. അതിൽ ഒന്ന് പശ്ചിമേഷ്യൻ യുദ്ധമാണ്. യുദ്ധം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ധന വില അതിഭീകരമായി കുതിച്ചുയരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇപ്പോൾ ഇവർക്ക് കൂടിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ നാമക്കലിലെ ഹാച്ചറികളിലടക്കം ഇപ്പോൾ മുട്ടയുടെ ഉൽപ്പാദനം ഭീകരമായി കുറഞ്ഞിരിക്കുകയാണ്. അതിൽ അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോഴിയുടെ തീറ്റ വില വർദ്ധിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഈ സ്ഥായിയായിട്ട് എപ്പോഴും 850 രൂപ മുതൽ 900 രൂപ വരെയാണ് ചാക്കിന് ഈ കോഴിത്തീറ്റ വില നിന്നിരുന്നത്. അത് കോവിഡ് കാലത്ത് പോലും ആ വില പിടിച്ചു നിർത്താനായിട്ട് വിപണിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കോഴിയുടെ തീറ്റ വില ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു. അതായത് 450 രൂപയാണ് ഇപ്പോൾ ഒരു ചാക്കിന് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. അതായത് 1300 രൂപ ഒരു ചാക്കിന് കൊടുക്കണം. അത് ചെറുകിട വിപണിയിൽ പോലും ആ വില 1400-ഉം 1500-ഉമായി വില ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ 6 രൂപയുണ്ടായിരുന്ന മുട്ട ഇപ്പോൾ 7.5-8 രൂപ, ഇപ്പോൾ 9 രൂപയായി മാറിയിരിക്കുകയാണ്. അതായത് 3.5 രൂപയാണ് ഒറ്റയടിക്ക് മുട്ടയ്ക്ക് തന്നെ വർദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം, നിലവിൽ വിപണി സാഹചര്യം ഇതാണ്. ഈ വിപണി സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇറച്ചി വിപണിയിൽ സാധാരണക്കാർക്ക് അടക്കം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ചും ഹോട്ടൽ വിപണിയെയും കേറ്ററിംഗ് സർവീസിനെ അടക്കം ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ അൽഫാം, ഷവായി അടക്കമുള്ള ഈ നമ്മുടെ ഒരു വിപണിയുണ്ട്. ആ വിപണിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇറച്ചി നൽകണമെങ്കിൽ
എങ്കിൽ തന്നെ അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ബ്രോയിലർ അടക്കമുള്ള ചിക്കൻ വിപണിയെ ബാധിച്ചിരിക്കുന്നത്. റോഷ്നി, മറ്റൊന്ന് കെപ്കോയിലാണെങ്കിൽ ഇപ്പോൾ 240 രൂപ മുതൽ 270 രൂപയാണ് ഒരു കിലോ ചിക്കന്റെ വില. അതായത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ചിക്കന്റെ വിലയാണ് 240 രൂപ മുതൽ 270 രൂപ വരെ കുതിച്ചുയരുന്നത്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നത് ചെറുകിട വ്യാപാരികളാണ്. റോഷ്നി. യെസ്, അരുൺ സോളമനാണ് ചിക്കൻ വില സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.